നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരല്പം മുമ്പ് വരെ എന്റെ ഹൃദയത്തിന്റെ പാതി നിലച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. ഇവിടെ ഈ സമയത്ത് തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ബാക്കിയോടെ നിലയ്ക്കായിരുന്നു. മരണം. എന്തെല്ലാം പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നപ്പോഴും ഞാൻ അതിനെല്ലാം നേരിട്ടിട്ടുണ്ട്. കാരണം അതെല്ലാം തരണം ചെയ്യുന്നുള്ള എന്റെ ഒരു ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു എന്റെ ജീവവായു. വിഷ്ണുട്ടൻ അറിയാലോ, ഇല്ലായ്മയിൽ നിന്ന് ഞാൻ IAS എടുത്തത്. ആഗ്രഹിച്ചപ്പോ പലരും പറഞ്ഞു ചായക്കടക്കാരിക്ക് IAS ആവാൻ പറ്റുമെന്ന്. ആ പറഞ്ഞവർക്ക് മുന്നിൽ IAS ആയി വന്നു നിന്ന് കാണിച്ചു കൊടുത്തു. വിഷ്ണുട്ടൻ അറിയാലോ, ജനിപ്പിച്ച അച്ഛൻ പോലും ഉപേക്ഷിച്ചു പോയപ്പോ എല്ലാവരും മാറി നിന്നപ്പോ 8 പൊട്ടും തിരിയാത്ത 3 പെൺമക്കളെയും കൊണ്ട് കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി ചായക്കട നടത്തിയിരുന്ന ശാരദയുടെ മകള് എങ്ങനെ IAS കാര്യാവെന്ന് ചോദിച്ചവർക്കും പരിഹസിച്ചവർക്കും മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ളൊരു ഒരു വാശിയായിരുന്നു. ആ വാശി ഉണ്ടായത് എന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രം. പക്ഷെ ആ ഒരു ആത്മവിശ്വാസം അല്പം മുമ്പ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. മരിക്കാനായി ഇറങ്ങിയത് എന്നെ വിഴുങ്ങാൻ വന്ന തെരയെ ഞാൻ മുഖാമുഖം കണ്ടതുവാ. പക്ഷെ അവിടെ എനിക്ക് തൊട്ട് മുമ്പ് മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് എടുത്ത് ചാടിയ ഒരു പെൺകുട്ടിയുടെ മരണവെപ്രാളം ഞാൻ ശരിക്കും എന്റെ കൺമുന്നിൽ കണ്ടു. വിഷ്ണുട്ട, എന്റെ മുന്നിൽ കിടന്ന അവള് പെടഞ്ഞ് ശ്വാസം കിട്ടാതെ മരിച്ചത്. രക്ഷിക്കാനായി ശ്രമിച്ചപ്പോ തൊട്ടില്ലെന്ന മട്ടില്ല കടൽ തിരമാലകൾ എന്നിൽ നിന്നും ആ പെൺകുട്ടിയെ വലിച്ചോണ്ട് പോയത്. ആ പെൺകുട്ടിയുടെ പിടച്ചില് രക്ഷിക്കണേ എന്നുള്ള മുറവിളി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പ്രാണം പോകുമ്പോഴുള്ള നിലവിളിക്ക് മുന്നിൽ ഞാൻ എന്റെ പ്രശ്നങ്ങളും മറന്നു. ഒരിക്കലും ഒരാളും ദൈവം തന്ന ജീവൻ സ്വയം എടുക്കാൻ ശ്രമിക്കില്ല എന്നുള്ള പ്രാർത്ഥനയില്ല ഞാൻ അവിടെ നിന്ന് കരയ്ക്ക് കയറിയത്. ഈശ്വരൻ എന്നെ തോൽപ്പിച്ച തിരികെ കയറ്റിയത്. വിഷ്ണുട്ട, എന്നെ വെറുക്കരുത്. വിഷ്ണുട്ട, എന്നെ ശാപവാക്കുകൾ കൊണ്ട് എന്നെ തളർത്തുകയും ചെയ്യരുത്. ഞാനാകെ തകർന്ന് നിൽക്കുക. പ്ലീസ്. തനിക്കറിയാവോ, ഒരല്പം മുമ്പ് വരെ എന്റെ ഹൃദയത്തിന്റെ പാതി നിലച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. ഇവിടെ ഈ സമയത്ത് തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ബാക്കിയോടെ നിലയ്ക്കായിരുന്നു. മരണം. അത് പ്രതീക്ഷിച്ചോണ്ടാ ഞാനിപ്പോ ഇവിടേക്ക് വന്നേ. വിഷ്ണുട്ട, ചില വേദനകൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. വിഷ്ണുട്ട, അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അതിപ്പോ അറിഞ്ഞു, നന്നായിട്ട് തന്നെ അറിഞ്ഞു. ഒരപേക്ഷ എനിക്കുള്ളൂ. ഇക്കാരണങ്ങളെ കൊണ്ട് എന്നോടുണ്ടായ സ്നേഹത്തിനും കരുതലും ഒരല്പം പോലും കുറവ് വരുത്തരുത് വിഷ്ണുട്ട. എനിക്കത് താങ്ങാൻ പറ്റില്ല. പ്ലീസ്, പ്ലീസ്.
ആഗ്രഹിക്കുന്ന പോലുള്ള സ്നേഹം ഞാൻ തനിക്ക് തരണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, തന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തും ഒരാളെ ഞാൻ സ്നേഹിക്കുന്നില്ല. അത്രയ്ക്കിഷ്ടമാ. അത്രയ്ക്കിഷ്ടമാ. മതി, എനിക്ക് വാക്കുകൾ മാത്രം മതി. ഇനിയുള്ള ഏത് പരീക്ഷണവും അതിജീവിക്കാൻ എനിക്ക് വാക്കുകൾ മാത്രം മതി. വിഷ്ണുട്ടാ, ഇനി എനിക്കൊരു വാക്ക് തരണം. എന്നെ തനിച്ചാക്കില്ലെന്ന്, ഇനി എന്നെ ഒറ്റയ്ക്കാക്കില്ലെന്ന് വാക്ക് തരണം. ഇനി മുതൽ ഞാനുണ്ട് കൂടെ. കൂട്ടായിട്ടും കുടുംബമായിട്ടും നമ്മൾ ഇനി ഒന്നിച്ച് താമസിക്കണം. നമ്മുടെ മക്കളെ വളർത്തണ്ടേ? അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്ക് ജീവിക്കണം. വിഷ്ണുട്ടാ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നേരം പുലരുന്നത് വരെ ഇങ്ങനെ ഇരിക്കാം. ഇതേ നമ്മുടെ രണ്ടുപേരുടെയും പുനർജന്മോ. ഞാൻ ഇവിടെ വരുമ്പോ ഈ കടലിനേക്കാൾ ഭയാനകമായിരുന്നു എന്റെ മനസ്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.